അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഒരു മസാല വേണം. അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിലുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാ പൊടികളൊന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിനോട്ട് എടുത്തത് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ, പിന്നെ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാലയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമല്ലെങ്കിൽ കുറക്കാം, ഇഷ്ടമുള്ള ആൾ കുറച്ച് കൂട്ടിയിട്ടിടാം. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ വിനെഗറും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. വിനെഗർ ഇല്ലെങ്കിൽ ലെമണിൻ്റെ ജ്യൂസ് ആയാലും പ്രോബ്ലം ഒന്നുമില്ല. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വിനെഗറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ മുട്ട ആഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ മുട്ട ഇഷ്ടമുള്ള ആൾക്കാർ മുട്ടയും കൂടി ആഡ് ചെയ്തോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് മിനിമം പോയാൽ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചാൽ മതി. ഫ്രിഡ്ജിലില്ലെങ്കിലും പുറത്താണെങ്കിലും വെക്കാം. പക്ഷെ ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് ചിക്കൻ ആ മസാല പിടിച്ച് വരും. അപ്പോൾ ഇത് മസാല കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവറും കൂടി ഇട്ടാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ചിക്കൻ ഞാനൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഇതിൽ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കന് ഇങ്ങനെ പൊരിക്കുന്ന ടൈമിൽ ഏത് രീതിയിലാണെങ്കിലും ചെയ്യാം. കോൺഫ്ലവർ യൂസ് ചെയ്യാം, അല്ല അരിപ്പൊടി യൂസ് ചെയ്യാം. അരിപ്പൊടിയിൽ യൂസ് ചെയ്താൽ ചിക്കൻ്റെ ഒരു മെയിൻ രസം കിട്ടൂല. ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് അങ്ങോട്ട് ക്രിസ്പി ഒന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുങ്ങനെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. ഇനി ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചതിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതന്നെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4-5 വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുക. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. അപ്പോൾ ഞാനൊരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എരിവ് ഇഷ്ടം അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഇതിൻ്റെ കൊണ്ടാട്ടത്തിൻ്റെ മെയിനാണ് ഈ വറ്റൽ മുളക്. അപ്പോൾ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് യൂസ് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ച നെയ്യന്നെ യൂസ് ചെയ്ത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതന്നെ എടുക്കാൻ നോക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളീൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളി അങ്ങനെ നന്നായിട്ട് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളീൻ്റെ ആ ഒരു കളർ ചേഞ്ചും ആ ഒരു സ്മെല്ലും ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് റെഡിയാവും. അപ്പോൾ അങ്ങനെ വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കുറച്ച് ചിക്കനാണ് എടുത്തത് കൊണ്ടാട്ടത്തിന്. അപ്പോൾ നിങ്ങൾ അതിന് അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉള്ളി എടുത്തത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ ഉള്ളി കൂട്ടണം. അപ്പോൾ ഞാനൊരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഓവറാക്കണ്ട, എന്തായാലും ഓൾറെഡി നല്ല എരിവ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ എല്ലാം നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് വേണമെന്ന് നിർബന്ധമേ ഇല്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പം നിങ്ങൾ എല്ലാം എടുക്കുന്നതിൻ്റെ അളവ് എന്തായാലും കൂട്ടണം. ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ
എല്ലാം കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെപ്പർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ ഉള്ളിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിലിട്ട മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതിനോട് പറയാൻ വിട്ടുപോയി. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടത്. അപ്പോൾ നിങ്ങളത് എരിവുള്ള മുളക് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ അതിലും കുറച്ചിട്ടിട്ടാൽ മതി. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ആ ഒരു അളവിലിട്ടാൽ മതി. അപ്പോൾ നമ്മൾ മസാല നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ആ മസാലേൻ്റെ ഉള്ളിൻ്റെ എല്ലാം പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് വേണം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ ഭാഗം എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഇതിലുള്ളത്. ഇപ്പോൾ തക്കാളി ഇതിൽ ആഡ് ചെയ്യൂല, കെച്ചപ്പാണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കെച്ചപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കെച്ചപ്പ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ തക്കാളി ഇങ്ങോട്ട് ഇടൂല. അപ്പോൾ കെച്ചപ്പ് എന്തായാലും യൂസ് ചെയ്യാൻ നോക്കുക, നല്ല ടേസ്റ്റാണ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതധികം ഗ്രേവി ഒന്നും ഉണ്ടാവില്ല, ഡ്രൈ ആയിട്ടിരിക്കുക. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കണക്കാവും. നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചത് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ടൈമിൽ നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ മല്ലിച്ചപ്പൊന്നും ഇട്ടിട്ടൊന്നുമില്ല. മല്ലിച്ചപ്പൊന്നും ഇടണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു നാടൻ ടേസ്റ്റ് തന്നെ വരും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനും ആ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലോണം നമ്മൾ ആ സ്പൂണിട്ടിട്ട് ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ചിക്കനൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ അടിപൊളി കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. കൊണ്ടാട്ടം ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് കമൻസിലൂടെ അഭിപ്രായം പറയാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്.